അങ്ങനെ വാഴക്കുല ചിന്താ ജെറോമിന് ഇപ്രാവശ്യം സീറ്റില്ല. വസിഫ് മറ്റൊരു ന്യായീകരണ തൊഴിലാളിയായിരുന്നു. താങ്കൾക്ക് ന്യായീകരിച്ച് പോകാം. ആർഷോ സീറ്റില്ല. ജയ്ക്ക് സീറ്റില്ല. അങ്ങനെ യുവാക്കളെ വഞ്ചിച്ച ഒരു ലിസ്റ്റ് ഇന്നലെ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഓരോ മുന്നണിയുടെയും LDFിൻ്റെയും UDFിൻ്റെയും അതുപോലെ തന്നെ NDAയുടെയും ലിസ്റ്റ് പുറത്തിറങ്ങുമ്പോൾ ഒരു അവലോകനം നടത്തണമെന്ന് വിചാരിച്ചിരുന്നു. അതിൽ ഇന്നലെ ഏറ്റവും ആദ്യം പൊതി അഴിച്ചത് ചെപ്പ് തുറക്കണ ചമ്മാതി ചെക്ക് തുറന്നത് LDF ആണ്. കാരണം അവർക്ക് ചെപ്പിനകത്ത് പഴയ വീഞ്ഞായിരുന്നു മൊത്തം. അതുകൊണ്ട് തുറന്നാൽ മതി, പുതിയ വീഞ്ഞ് നിറയ്ക്കേണ്ട. അതേസമയം കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം പുതിയ കാൻഡിഡേറ്റ്സിന് ഒരുപാട് നിറയ്ക്കണം. NDAക്ക് ഒരുപാട് പുതിയ ആളുകളെ നിറയ്ക്കണം. കാരണം അവർക്ക് പല കാൻഡിഡേറ്റ്സും ഇല്ല. അപ്പോൾ CPMന് അവരൊരു തീരുമാനമെടുത്തു. വളരെ പ്രധാനപ്പെട്ട ചിലരെ വെട്ടുക, സെലക്ഷൻ ഫെല്ലിങ്, തിരഞ്ഞു പിടിച്ച് വെട്ടുക, ബാക്കിയുള്ളവരെ കയറ്റിയടിക്കുക. ശൈലജയെ വെട്ടാൻ തീരുമാനിച്ചു ആദ്യം. പക്ഷേ ശൈലജ ഒതുങ്ങിയില്ല. അങ്ങനെ ശൈലജയെ പിണങ്ങിയാൽ കണ്ണൂർ ജില്ലയിൽ അത് അടിയാവുമെന്ന് മനസ്സിലാക്കി കൊല്ലാനായിട്ടുള്ള ഒരു മണ്ഡലം പേരാവൂരിലേക്ക് 3 പ്രാവശ്യമായി സണ്ണി ജോസഫ് ജയിക്കുന്ന, ഒരുപാട് ക്രിസ്ത്യാനികൾക്ക് സ്വാധീനമുള്ള, ഇരുട്ടിയൊക്കെ വരുന്ന മലയോര കർഷകരുടെ പ്രദേശത്ത് വരുന്ന പേരാവൂർ മണ്ഡലത്തിലേക്ക് നടതള്ളി ശൈലജ ടീച്ചറിന്. അങ്ങനെ തള്ളിയപ്പോഴും സുരക്ഷിതമായൊരു തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഗോവിന്ദൻ മാഷിൻ്റെ സ്വന്തം ഭാര്യ PK ശ്യാമള ടീച്ചറാണോന്നറിയില്ല, VK ശ്യാമളയെ വെച്ചു. അടുത്ത LDF വന്നാൽ PK ശ്യാമള മന്ത്രിയാണ്, എഴുതി വെച്ചോളൂ. LDF വന്നാൽ PK ശ്യാമള ജയിച്ചാൽ PK ശ്യാമള മന്ത്രിയാണ്. വിജയരാഘവൻ വലിയ ആദർശവും ബഹളം ഉണ്ടാക്കുമായിരുന്നു. ഭാര്യയെ പിടിച്ച് മന്ത്രിയാക്കിയപ്പോൾ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം വിനീതനായ പിണറായി ഭക്തനായി മാറി. ഭാര്യയ്ക്ക് ഇപ്പോഴും സീറ്റുണ്ട്. AK ബാലൻ വലിയ ജിഹു ആയിരുന്നു. പക്ഷേ ഭാര്യയെ പിടിച്ച് പ്ലാനിംഗ് ബോർഡ് മെമ്പറാക്കിയപ്പോൾ അദ്ദേഹം ഒതുങ്ങി. ഇപ്പോൾ അദ്ദേഹം ഒരു ജിഹുയില്ല, പാവപ്പെട്ട മിണ്ടാതിരിക്കുകയാണ്. ഇപ്പോൾ വനവാസമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് ഒന്നും സീറ്റ് കൊടുത്തില്ല. ഷംസീർ കഴിഞ്ഞ പ്രാവശ്യം ഷൈൻ ചെയ്തപ്പോഴേ മനസ്സിലാക്കി. അന്താരാഷ്ട്ര പുസ്തകോത്സവമൊക്കെ ഒരുപാട് നടത്തിയപ്പോഴേ പിണറായി പറഞ്ഞു, നീ ഇനി അങ്ങനെ ഉണ്ടാക്കണ്ട, മണിയാശാൻ്റെ ഭാഷയെ പറഞ്ഞാൽ നീ ഒലത്തണ്ട. അങ്ങനെ ഷംസീറിനെ വെട്ടി. ഷംസീറിനെ തലശ്ശേരി വെട്ടിയതിന് കുഴപ്പമില്ല, ഒരിടത്തും കൊടുത്തില്ലല്ലോ. സനോജിന് കൊടുത്ത കൂത്തുപറമ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ഡലം, മട്ടന്നൂരോ എവിടെയെങ്കിലും ഒരു മണ്ഡലത്തിൽ ഷംസീറിന് കൊടുക്കാമായിരുന്നു. പാവപ്പെട്ട ഷംസീറിനെയും വെട്ടി. പിന്നെ വലിയൊരു വെട്ടെന്ന് പറഞ്ഞാൽ വലിയൊരു സീരിയസ് വെട്ട് നടന്നത് തോമസ് ഐസക്കിൻ്റെ പുറത്താണ്. സുധാകരൻ അങ്ങോട്ട് പോയപ്പോൾ തോമസ് ഐസക്ക് വലിയ വായിലാണ് സുധാകരനെ തെറി പറഞ്ഞത്. അപ്പോൾ തോമസ് ഐസക്ക് വിചാരിച്ചു ഇലക്ഷൻ സീറ്റ് കിട്ടും, തനിക്ക് വീണ്ടും LDF വരികയാണെങ്കിൽ മന്ത്രിയാകാം എന്ന് വിചാരിച്ചു. പക്ഷേ വലിപ്പിച്ച് കൈ കൊടുത്തു. താങ്കൾ ഇനി മത്സരിക്കേ വേണ്ട, ഇനി 5 വർഷം കൂടെ കഴിഞ്ഞാൽ ഐസക്ക് എന്ത് പാർലമെൻ്ററി രംഗം. അതുകൊണ്ട് കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പേ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ പാർലമെൻ്ററി രംഗം അവസാനിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പത്തനംതിട്ട നിന്ന് മത്സരിച്ചു. നേർച്ചക്കോഴിയെപ്പോലെ ആലപ്പുഴയിൽ നിന്ന് പത്തനംതിട്ട കൊണ്ടുവന്ന് മത്സരിപ്പിച്ചപ്പോൾ തോറ്റു തുന്നമ്പാടി ആൻ്റണിയോടൊപ്പം. അങ്ങനെ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ കാലത്തിൻ്റെ ഒരു കാവ്യനീതി ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഒരുപാട് ആളുകളുടെ പാപം ഡോക്ടർ തോമസ് ഐസക്കിന് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ചില കാരണങ്ങളുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല ഈ ചാനലിലൂടെ. അങ്ങനെ ശാപവും പാപവും കിട്ടിയിട്ടുള്ള, പാപപങ്കിലമായ ഒരുപാട് പ്രവർത്തികൾക്ക് കൂട്ടുനിന്നിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക്കിന് കാലത്തിൻ്റെ കാവ്യനീതി പോലെ പിണറായി വക കൊട്ട് ആ 2ാം തവണയും അദ്ദേഹത്തിന് സീറ്റില്ല, അദ്ദേഹത്തിന് വെട്ടി. അങ്ങനെ യുവജനങ്ങളെ വെട്ടി. പിന്നെ ഒലത്താശാനെയും വെട്ടി. ബീഫ് ഒലത്ത്, നമ്മളൊരു ഒലത്താശാനുണ്ടായിരുന്നു, ഒന്നും ഉണ്ടാക്കണ്ട എന്ന് പറയുന്ന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ആശാനുണ്ടായിരുന്നു, MM മണിയാശാൻ. വെട്ടിത്തള്ളി പാവപ്പെട്ടവന്. അപ്പോൾ ഇടുക്കി എന്ന് പറഞ്ഞാൽ മണിയാശാൻ എന്ന് പറഞ്ഞാൽ ഇടുക്കി അതായിരുന്നു. പക്ഷേ മണിയാശാനെ വെട്ടിയപ്പോൾ പറഞ്ഞ ന്യായം 2 പ്രാവശ്യത്തിൽ കൂടുതൽ സീറ്റ് കൊടുക്കുള്ളൂ. അത് പക്ഷേ 3 പ്രാവശ്യം നിന്ന ആളിനാണ് കൊടുത്തത് എന്നുള്ളതാണ്. KK ജയചന്ദ്രൻ 3 പ്രാവശ്യം അപ്പോൾ 2 പ്രാവശ്യം നിന്നവൻ അയോഗ്യൻ, 3 പ്രാവശ്യം നിന്നവൻ യോഗ്യൻ. അങ്ങനെ KK ജയചന്ദ്രനോട് സ്ഥാനാർത്ഥി. പിന്നെ എല്ലാം പഴയ വീഞ്ഞ് തന്നെ. CK ഹരീന്ദ്രനാഥ് പാറശാല തുടങ്ങി, അൻസലാം നെയ്യാറ്റിങ്കരയിൽ വന്ന്, IB സതീഷ് കാട്ടാക്കടയിൽ വന്ന്, ഇങ്ങോട്ട് വന്ന് നേമത്ത് പിന്നെ ശിവൻകുട്ടി വന്ന്, അങ്ങനെ പോയി തൃക്കരിപ്പൂർ എത്തുമ്പോൾ VPP മുസ്തഫ പുതിയ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം നേരത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാകുമായിരുന്നു കാസർഗോഡിൻ്റെ. പക്ഷേ അദ്ദേഹം തൃക്കരിപ്പൂർ ഇപ്പോൾ മത്സരിക്കുകയാണ്. അദ്ദേഹം ജയിക്കാനും സാധ്യതയുള്ളൊരു സ്ഥലമാണ്. കാരണം തൃക്കരിപ്പൂർ കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ്. ഡോക്ടർ VPP മുസ്തഫ അവിടെ പുതിയ സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ വിരലിലെണ്ണാവുന്ന ചില പുതിയ സ്ഥാനാർത്ഥികൾ, PK ശ്യാമള, അങ്ങനെ അത് പിന്നെ ഗോവിന്ദാസ് ഭാര്യയാണ്, ബെറ്റർ ഹാഫ് ഓഫ് ഗോവിന്ദൻ മാഷ്. അങ്ങനെ കുറച്ച് പേരെ ഒഴിച്ചാൽ ബാക്കിയെല്ലാം പഴയ വീഞ്ഞാണ് പുതിയ കുപ്പിയിൽ അടച്ചിരിക്കുന്നത്. അതിന് പറയുന്ന ന്യായം, പുതിയ കുപ്പിയിൽ അടയ്ക്കാൻ പുതിയ വീഞ്ഞില്ല പലയിടത്തും. ഗോവിന്ദൻ മാഷ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി, CPMൻ്റെ ജില്ലാ കമ്മിറ്റി പറഞ്ഞു, നിങ്ങൾ ശരി, ഞങ്ങൾ 14 പേരെയിൽ 10 പേരെ മാറ്റാം. 4 സീറ്റ് മറ്റേ CPIക്കുള്ളത്, ആറ്റിങ്ങലും ചിറയൻകീഴും, അങ്ങനെ 3-4 സീറ്റ് CPIക്കുണ്ട്. ആ സീറ്റ് മാറ്റാം ഞങ്ങൾ. പക്ഷേ ബാക്കി എവിടെ നിർത്താൻ ആളെവിടെ, സെക്കൻഡ് ലീഡർഷിപ്പ് എവിടെ എന്ന് നേതാക്കളില്ല എന്ന് പരിതപിച്ചു. അപ്പോൾ നേതാക്കളില്ലാത്തത് കൊണ്ടും ഒക്കെ പിന്നെ തോൽക്കാനാണോ എന്നറിയത്തില്ല. കോട്ടയത്ത് ഒരു അനിൽകുമാറിനെ നിർത്തിയിട്ടുണ്ട്. ഏത് ചർച്ചയിൽ വന്നാലും അതേ ദുരന്തമാണ്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ദുരന്തമാണ്. K അനിൽകുമാർ അഡ്വക്കേറ്റ്, അദ്ദേഹത്തെ കോട്ടയത്ത് നിർത്തിയിട്ടുണ്ട്. പിന്നെ അരുൺകുമാർ, VS അരുൺകുമാർ സീറ്റില്ല. അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാർക്ക് ഇപ്രാവശ്യം സീറ്റില്ല. വനിതകൾക്കും വളരെ കുറച്ച് വനിതകൾക്ക് സീറ്റുള്ളൂ. അങ്ങനെ വനിതകളുടെ എണ്ണം എടുത്താൽ CPI കുറച്ചുകൂടെ മെച്ചം കാണിച്ചിട്ടുണ്ട്. 5 വനിതകളെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന് പറയുന്നൊരു സാഹിത്യകാരനെ കൊല്ലത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നൈസായി സുനിൽകുമാറിനെ വെട്ടി. അപ്പോൾ അങ്ങനെ വെട്ടും കുത്തും കൊലയും കോമയുമൊക്കെ ആയി LDFൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്ത് വന്നു എന്ന് മാത്രമല്ല, അവർ ഇന്നലെ പല സ്ഥലങ്ങളിലും റോഡ് ഷോ നടത്തി. അങ്ങനെ റോഡ് ഷോയൊക്കെ നടത്തി CPM ലിസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു പടി മുന്നിലാണ്. ഇനി BJPയുടെയും NDAയുടെയും ലിസ്റ്റ് വരാനുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ലിസ്റ്റ് വരാനുണ്ട്. ആ 2 ലിസ്റ്റുകൾ കൂടി വരുമ്പോൾ എല്ലാം പൂർത്തിയാകും. മിക്കവാറും ഇന്ന് നാളെ, മാക്സിമം നാളെ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച കൊണ്ട് മിക്കവാറും എല്ലാവരുടെ പേരുകളും വരാൻ സാധ്യതയുണ്ട്. കറക്റ്റ് ഇന്ന് 16 16 പോയിട്ട് അടുത്ത മാസം 4-ാം തീയതിയാണ് തിരഞ്ഞെടുപ്പ്. 16 പോയിട്ട് ഈ മാസം ഒരു 14 ദിവസം, പിന്നെ 4-ാം തീയതി, എല്ലാം കൂടി ഏപ്രിൽ 4-നാണ് തിരഞ്ഞെടുപ്പ് വച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളെ, 10-20 ദിവസങ്ങളെ ഇനിയിപ്പോൾ ഉള്ളൂ. അതിനിടയ്ക്ക് സ്ഥാനാർത്ഥിയെ കൊടുക്കണം, പ്രചരണം നടത്തണം. സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് കൊടുത്ത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 14 ദിവസം പോലും കിട്ടത്തില്ല. ഇത് എന്തിന്, ഈ പ്രചരണത്തിന്. അതിനിടയിൽ 2 ദിവസം മുമ്പേ നിശബ്ദ പ്രചരണത്തിലേക്ക് പോകും. എന്തായാലും ചുരുങ്ങിയ സമയം കൊണ്ട് കേരളത്തിൽ മെയ് 4-ന്, ഏപ്രിൽ 4-ന്, പിന്നെ 9-ന്, 4-നല്ല ഏപ്രിൽ 9-ന് തിരഞ്ഞെടുപ്പ് നടക്കും. മെയ് 4-ന് അതിൻ്റെ റിസൾട്ട് വരും. അപ്പോൾ റിസൾട്ട് വരാൻ 10-20 ദിവസം സമയമുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 10-24 ദിവസമേ ഉള്ളൂ. അതിനിടയിൽ 140 മണ്ഡലത്തിലും പ്രചരണ പരിപാടികൾ, ഒരുപാട് പരിപാടികൾ നടക്കണം. അതിനെ ശബരിമല അയ്യപ്പൻ, അതുപോലെ തന്നെ 100 കണക്കിന് കാര്യങ്ങൾ ആൻറ്റി ഇൻകംബൻസായി, ഭരണവിരുദ്ധ വികാരമായി LDFന് വിഴുങ്ങുമോ, UDF 100 സീറ്റ് നേടി വരുമെന്ന് പറയുന്ന സ്വപ്നം മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ ആകുമോ, UDF വരുമോ, 5 മുതൽ 10 വരെ സീറ്റ് പിടിക്കണമെന്ന് പറയുകയും ഏതെങ്കിലും ഒരു സീറ്റെങ്കിലും പിടിക്കാൻ BJPക്ക് കഴിയുമോ? വലിയ ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. നമുക്കിത് കാത്തിരുന്ന് പാർக்கலாம்.